നമസ്തേ, ഡോക്ടർ ജെന്നിയാണ്. എല്ലാ ഞായറാഴ്ചകളിലും ഏകദിന ഉപവാസം പരിശീലിച്ചു പോരുന്നുണ്ട് കുറേ ആളുകൾ. ഇപ്പോൾ എൻ്റെ കൂട്ടത്തിൽ തന്നെയുള്ള ഒരുപാട് ആളുകൾ, ഒരു 7 8 വാട്സപ്പ് ഗ്രൂപ്പുകളിലൂടെയൊക്കെ ആയിട്ട് കുറേ പേര് ഞായറാഴ്ച ആഴ്ചയിൽ ഒരു ദിവസം ഒരു ഫാസ്റ്റിംഗ് പ്രാക്ടീസ് ചെയ്യാണ്. പഴങ്ങൾ കഴിച്ചുകൊണ്ടുള്ള ഫാസ്റ്റിംഗ് ഉണ്ടായിരിക്കും. അതായത് ലഘു ഉപവാസം, പാനീയങ്ങൾ കുടിച്ചുകൊണ്ട്, ചിലപ്പോഴൊക്കെ ശുദ്ധജലം കുടിച്ചുകൊണ്ട്, അങ്ങനെ ഓരോ തവണയും അതത് സാഹചര്യങ്ങൾക്ക് അനുസൃതമായിട്ടുള്ള രീതിയിൽ വ്യത്യസ്ത തരത്തിലുള്ള ഫാസ്റ്റിംഗ് മെത്തേഡുകൾ നമ്മൾ പരിശീലിക്കുന്നുണ്ട്. എന്നാൽ ഏകദിന ഉപവാസം നമ്മൾ വീട്ടിൽ വെച്ചുകൊണ്ട് പരിശീലിക്കുന്നതും ചികിത്സാലയങ്ങളിൽ വെച്ചുകൊണ്ടുള്ള ഫാസ്റ്റിംഗ് തെറാപ്പിയും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട്. നമ്മൾ വീട്ടിൽ വെച്ചുകൊണ്ട് ഇപ്പം നാളെ ഞായറാഴ്ചയാണ്, നാളെ ഫാസ്റ്റിംഗ് ചെയ്യാം എന്ന് വിചാരിക്കുകയാണ്, നാളെ ഫുൾ റെസ്റ്റാണ് എന്നൊക്കെ മനസ്സുകൊണ്ട് തന്നെ ഇങ്ങനെ തീരുമാനിച്ചു തുടങ്ങുകയാണ്. നാളെ ഇന്ന ആഹാരങ്ങളൊക്കെയാണ് അല്ലെങ്കിൽ ഇന്ന പാനീയങ്ങളൊക്കെയാണ് കുടിക്കേണ്ടത്, കംപ്ലീറ്റ് റെസ്റ്റിലായിരിക്കണം നാളെ മൊബൈലും വേറെ ഒരു തരത്തിലുള്ള പരിപാടികളും ഞാൻ ഗാഡ്ജറ്റ്സുകളും ഒന്നും തൊടില്ല, പരമാവധി എന്നിലേക്ക് തന്നെ തിരിഞ്ഞു നോക്കാൻ, എൻ്റെ ശരീരത്തിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ, എൻ്റെ മാനസികമായിട്ടുള്ള ഇപ്പോഴത്തെ നില, ഇതൊക്കെ ഒബ്സർവ് ചെയ്യാനായിട്ട് ഞാൻ തീരുമാനിക്കും. ഇങ്ങനെയൊക്കെ മനസ്സുകൊണ്ട് തലേന്ന് തന്നെ പ്ലാൻ ചെയ്ത് വരുമ്പോഴാണ് പിറ്റേ ദിവസം ഞായറാഴ്ച രാവിലെ ഉണരുമ്പോൾ നമുക്ക് വിശപ്പില്ല എന്നുള്ളത് കൊണ്ട് പതിയെ ആ ഒരു ദിവസം ഫാസ്റ്റിങ്ങിൽ പോകുന്നു. അപ്പോൾ അവിടെ മനസ്സിൻ്റെ വലിയൊരു ഇടപെടൽ ഈ ഞായറാഴ്ചത്തെ ഏകദിന ഉപവാസത്തിൽ നടക്കുന്നുണ്ട്. അതുകൊണ്ട് ആ ഒരു ദിവസം പ്രത്യേകിച്ച് നമ്മൾ കൃത്യമായിട്ട് ഫാസ്റ്റിങ്ങിൽ പാലിക്കേണ്ട കാര്യങ്ങളൊക്കെ ഒന്ന് പാലിച്ചു പോവുകയാണെങ്കിൽ ഒരു ക്രൈസിസും ഇല്ലാതെ, ഒരു സ്ട്രെയിനും ഇല്ലാതെ അതിമനോഹരമായിട്ട് ആ ഒരു ദിവസം, ആ ഒരു ഞായറാഴ്ച പൂർത്തിയാകുന്നു. അതിലൂടെ സംഭവിച്ചിട്ടുള്ള ശരീരത്തിനും മനസ്സിനും ഉണ്ടായിട്ടുള്ള വലിയ കറക്ഷൻസുമായിട്ട് നമ്മൾ തിങ്കളാഴ്ച വളരെ കൂടിയ ഉന്മേഷത്തോടു കൂടിയിട്ട് വീണ്ടും സാധാരണ ജീവിതത്തിലേക്ക് കടക്കുന്നു. ഇതാണ് ഏകദിന ഉപവാസത്തിൽ സംഭവിക്കുന്നതെങ്കിൽ തെറാപ്യൂട്ടിക് ഫാസ്റ്റിങ്ങിൽ, ഒരു രോഗചികിത്സയുമായി ബന്ധപ്പെട്ട് ആശുപത്രികളിൽ നടക്കുന്ന, ഇപ്പം ജീവനത്തിൽ ഒരുപാട് ലോങ് ഫാസ്റ്റിങ്ങുകൾ നടക്കുന്ന ഒരിടമാണ്. ചിലർ 5 ദിവസം, ചിലർ 10 ദിവസം, ചിലർ 15 ദിവസം, ഇനി അങ്ങനെ പലരും ഒരുപാട് ദിവസങ്ങൾ ഉപവസിച്ചിട്ടുള്ളവരൊക്കെ ഉണ്ട്. അത്രയും ദിവസം ശുദ്ധജലം മാത്രം കുടിച്ചുകൊണ്ടും, ചിലരൊക്കെ പാനീയങ്ങൾ, ഇളനീര് പോലെയുള്ളതൊക്കെ കുടിച്ചുകൊണ്ടും, അങ്ങനെ വ്യത്യസ്ത തരത്തിൽ. പക്ഷെ അവിടെ ഒരിക്കലും മനസ്സിലേക്ക് ഉപവാസം, നാളെ മുതൽ ഉപവാസം ചെയ്യണം എന്ന ഒരു ചിന്ത ഇട്ടുകൊടുക്കാറില്ല. ഇപ്പം ജീവനത്തിൽ വരുന്ന ഒരു വ്യക്തിയോട് പോലും പറയില്ല നിങ്ങൾക്ക് ഉപവാസം ചെയ്യേണ്ടതുണ്ട്, അല്ലെങ്കിൽ നാളെ മുതൽ അല്ലെങ്കിൽ മറ്റന്നാൾ മുതൽ നിങ്ങൾക്ക് ഉപവാസമാണ് എന്ന് ഒരിക്കലും ഒരു ഡോക്ടറും ജീവനത്തിൽ പറഞ്ഞിട്ടുണ്ടായിരിക്കില്ല. എന്തുകൊണ്ടാണ് അത്? കാരണം ചികിത്സയ്ക്ക് വേണ്ടിയിട്ട് ആരാ ഇവിടെ മുന്നിൽ നിൽക്കുന്നത്? ഞങ്ങളല്ല, ഡോക്ടേഴ്സല്ല, മറിച്ച് വ്യക്തിയുടെ സ്വന്തം ശരീരമാണ്. സ്വന്തം ശരീരം പറയുന്ന പ്രകാരം മാത്രമായിരിക്കും ജീവനത്തിൽ ചികിത്സകൾ നടക്കുക. വൈദ്യൻ എന്ന് പറയുന്നത് അവനവൻ്റെ ശരീരം തന്നെ, അവനവൻ്റെ മനസ്സല്ല, നമ്മുടെ അറിവല്ല, ബുദ്ധിയല്ല, ഒന്നുമല്ല, ശരീരത്തിൻ്റെ ബുദ്ധി, ആർജിത വിജ്ഞാനമല്ല, ശരീരത്തിന് സഹജമായിട്ടുള്ള ജ്ഞാനം, അത് വെച്ചുകൊണ്ടാണ് ശരീരം കറക്ഷനുകൾ നടത്തുന്നത്. അപ്പോൾ അവിടെ പരമാവധി നമ്മുടെ ബുദ്ധി, നമ്മുടെ അറിവ്, ഇതിനൊക്കെ ഒന്ന് മാറ്റിവെക്കൂ, ശരീരം സ്വന്തമായി ചികിത്സിക്കട്ടെ എന്നുള്ളത് എല്ലായ്പ്പോഴും ഇവിടെ നിർദ്ദേശിക്കാറുണ്ട്. ഇവിടെ ശരീരം കംപ്ലീറ്റായിട്ട് സ്വന്തം ആരോഗ്യത്തിൻ്റെ എല്ലാ ഉത്തരവാദിത്തങ്ങളും ഏറ്റെടുക്കുകയാണ്, മനസ്സിനെ അങ്ങോട്ട് നീക്കി വെച്ചിട്ടുള്ളത് കൊണ്ട്. അതുകൊണ്ട് തന്നെ ശരീരത്തിൻ്റെ പ്രശ്നങ്ങൾ സ്വയം കണ്ടെത്താനും കറക്റ്റ് ചെയ്യാനും ശരീരത്തിന് വളരെ എളുപ്പമാണ്, മനസ്സിൻ്റെ ഇടപെടൽ ഇല്ലാത്തത് കൊണ്ടുകൂടി. അവിടെ വാസ്തവത്തിൽ ശരീരം പതിയെ ചികിത്സയിലേക്ക് കടക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഇവിടെ ചികിത്സാലയങ്ങളിൽ, ഇപ്പം ജീവനത്തിലൊക്കെ ഒരാളുടെ വിശപ്പ് കുറഞ്ഞു വരുന്നതും അയാളുടെ ശരീരം ഉപവാസത്തിലേക്ക് കയറുന്നതും. ഒരിക്കലും മനസ്സുകൊണ്ട് ഉപവാസം ചിന്തിച്ചിട്ടില്ല, പ്ലാൻ ചെയ്തിട്ടില്ല, അതിനുവേണ്ടി മാനസികമായി യാതൊരു തയ്യാറെടുപ്പും നടത്തിയിട്ടില്ല. പക്ഷേ ശരീരം പതുക്കെ ചികിത്സയുടെ തീവ്രത ഇവിടെ വെച്ച് കൂട്ടി കൊണ്ടുവരികയും, ചികിത്സയുടെ തീവ്രത കൂടി വരുമ്പോൾ വിശപ്പ് കുറയും. കാരണം ഭക്ഷണം ദഹിപ്പിക്കാനും കാര്യമായിട്ടൊക്കെ എനർജി ചെലവഴിക്കാൻ ശരീരം ആ സമയത്ത് തയ്യാറാവുകയില്ല. ഈ വിധത്തിലാണ് വാസ്തവത്തിൽ ജീവിതത്തിൽ ഫാസ്റ്റിംഗ് അല്ലെങ്കിൽ പ്രകൃതി ചികിത്സാലയങ്ങളിൽ ഫാസ്റ്റിംഗ് തെറാപ്പി നടപ്പിലാവുന്നത്. കുറേ പേരെങ്കിലും വളരെ അത്ഭുതത്തോടു കൂടി ചോദിക്കാറുണ്ട്, എങ്ങനെയാണ് ഇത്രയധികം ദിവസമൊക്കെ ഭക്ഷണം കഴിക്കാതിരിക്കുന്നത്, എങ്ങനെയാണ് പച്ചവെള്ളം കുടിച്ച് ഒരു മനുഷ്യൻ ജീവിക്കുന്നത്? വാസ്തവത്തിൽ ജീവനത്തിൽ ആരും ഭക്ഷണം കഴിക്കാതിരിക്കുന്നില്ല, ആരും പച്ചവെള്ളം കുടിച്ച് ജീവിക്കുന്നില്ല. പക്ഷെ എന്ത് സംഭവിക്കുന്നുണ്ട്? വിശപ്പില്ല എന്നുള്ളത് കൊണ്ട് ഞാനിപ്പോൾ കഴിക്കുന്നില്ല എന്ന് പറയാനുള്ള എല്ലാ അവകാശവും ഓരോ വ്യക്തിക്കും നൽകിയിട്ടുണ്ട്. അതേപടി തന്നെ മറ്റൊരു അവകാശവും നൽകിയിട്ടുണ്ട്, എനിക്ക് വിശക്കുന്നുണ്ട്, ഞാൻ ആഹാരം കഴിക്കുന്നു, അല്ലെങ്കിൽ എനിക്ക് ആഹാരം കഴിക്കണം എന്നാവശ്യപ്പെടാനുള്ള അവകാശവും ഇവിടെ വരുന്ന എല്ലാ ചികിത്സാർത്ഥികൾക്കും ഉണ്ട്. ഇവിടെ രോഗവുമായി വരുന്ന സകലരോടും പറഞ്ഞു കൊടുക്കും,
മനസ്സിൽ വിശപ്പ്, ഇഷ്ടം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരും. വിശപ്പ് വരില്ല, പക്ഷെ ഇഷ്ടങ്ങൾ, കൊതികൾ ഇതൊക്കെ വരും. അപ്പോഴെല്ലാം നിങ്ങൾ ശരീരത്തിലേക്കൊന്ന് ശ്രദ്ധിക്കണം. ശരീരത്തിനും ഇതുപോലെയുള്ള വിശപ്പൊക്കെ ഉണ്ടോ? ഭക്ഷണം കഴിക്കണമെന്ന് തോന്നലുണ്ടോ? ഉണ്ടെങ്കിൽ ഡോക്ടേഴ്സിനോട് അത് പറയണം. കാരണം നിങ്ങളുടെ ശരീരം ആഹാരം ആവശ്യപ്പെടുന്നു. ഇനി മനസ്സിൽ ഇഷ്ടം വരുന്നുണ്ട്, ഇപ്പൊ കുഴിമന്തി കഴിക്കണം, ബർഗർ കഴിക്കണം എന്നൊക്കെ മനസ്സിൽ കൊതിയും ഇഷ്ടമൊക്കെ വരുന്നുണ്ട്. പക്ഷേ വിശപ്പുണ്ടോ എന്ന് ശരീരത്തിനോട് ചോദിക്കുമ്പോൾ വിശപ്പില്ല എന്നാണ് ശരീരം തരുന്ന ഉത്തരമെങ്കിൽ അവിടെ മനസ്സിലുള്ള വെറും കൊതി മാത്രമാണത്. ശരീരം ആഹാരം ആവശ്യപ്പെടുന്നില്ല. അതുകൊണ്ട് തന്നെ ശരീരത്തിന് ആവശ്യമില്ലാതെ ആഹാരം നിറച്ചു കൊടുക്കരുത് അല്ലെങ്കിൽ കഴിപ്പിക്കരുത്. ഈ വിധത്തിൽ ശരീരം പറയുന്നത് മാത്രം കേട്ടുകൊണ്ട് മുന്നോട്ട് പോവുക എന്നുള്ളതിൻ്റെ ഭാഗമായിട്ടാണ് ഇവിടെ ജീവനത്തിൽ രോഗചികിത്സകൾ നടപ്പിലാവുന്നത്. അത് മാത്രമല്ല, ഒരു വ്യക്തി ഉപവാസത്തിലേക്ക് പോവുക എന്ന് പറഞ്ഞാൽ ആ വ്യക്തി മനസ്സുകൊണ്ട് പോവുകയല്ല, മറിച്ച് ശരീരം ഉപവാസ ചികിത്സ എടുക്കാൻ തീരുമാനിച്ചിരിക്കുന്നു എന്നുള്ളത് കൊണ്ട് നമ്മൾ കാണുന്ന ഒരു ലക്ഷണം എന്താ? ശരീരം ഉപവാസ ചികിത്സയിലേക്ക് കയറുമ്പോൾ നമുക്ക് കാണുന്ന ലക്ഷണം വിശപ്പില്ലാതായി എന്നുള്ളത് കൊണ്ടാണ്. ശരീരത്തെ ഉപവാസ ചികിത്സയിൽ തുടരാനായിട്ട് നമ്മൾ അനുവദിക്കുന്നു. വിശപ്പ് വരുന്നത് വരെ ഭക്ഷണം കഴിക്കാതെ നമ്മൾ കാത്തിരിക്കുകയാണ്. വിശപ്പ് വന്നു കഴിഞ്ഞാൽ അപ്പോൾ മുതൽ തന്നെ പതുക്കെ 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 വ്യത്യസ്ത തരത്തിലുള്ള ആഹാരങ്ങൾ കഴിച്ച് പിന്നെ പതിയെ സാധാരണ ചോറും കറിയിലേക്കൊക്കെ എത്തിച്ചേരുകയായി. ഈ വിധത്തിൽ ശരീരം ഉപവാസം തുടങ്ങുന്നതാണ് രോഗചികിത്സയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഉപവാസം. മനസ്സുകൊണ്ട് നമ്മൾ സ്വയം ഒന്ന് ശുചീകരിക്കണം, വൃത്തിയാക്കണം. ഇപ്പം മാനസികമായിട്ട് ഇത്തിരി സ്ട്രെസ്സൊക്കെ ഉള്ള ഒരു കാലമാണ്, അല്ലെങ്കിൽ ഈ ഒരാഴ്ചയൊക്കെ ഭയങ്കര ഹെക്റ്റിക്കായിട്ടുള്ള വർക്കും കാര്യങ്ങളൊക്കെ ആയിരുന്നു. ഒരു ബ്രേക്ക് എടുക്കണം, ഈ സൺഡേ ഞാനൊന്ന് ഫാസ്റ്റ് ചെയ്യട്ടെ. അങ്ങനെ മനസ്സുകൊണ്ട് പ്രിപ്പയർ ചെയ്തുകൊണ്ടുള്ളതാണ് ഏകദിന ഉപവാസം. അപ്പം മനസ്സുകൊണ്ടും ഉപവാസത്തിലേക്ക് ശരീരത്തെ കൊണ്ടുപോകാം. ഇനി രോഗചികിത്സയുടെ ഭാഗമായിട്ട് ശരീരം സ്വയം ഉപവാസ ചികിത്സ സ്വീകരിക്കുകയും ചെയ്യാം. അപ്പം രണ്ടാമത്തേതാണ് പ്രകൃതി ചികിത്സാലയങ്ങളിൽ സ്വീകരിച്ചു പോരുന്നത്. അവിടെ ഒരിക്കലും ഡോക്ടറുടെ ബുദ്ധിയോ രോഗിയുടെ ബുദ്ധിയോ ഒന്നും പ്രയോഗിക്കാനായിട്ട് അനുവദിക്കില്ല. മറിച്ച് രോഗിയുടെ, വ്യക്തിയുടെ ശരീരം ആവശ്യപ്പെടുന്നത് എന്ത് എന്നുള്ളതിനനുസരിച്ച് മാത്രമേ ഓരോ വൈദ്യനും ഓരോ ഡോക്ടറും ഏതൊരു പ്രത്യേക സഹായവും ചെയ്തു കൊടുക്കുകയുള്ളൂ. ഓക്കെ, ഈ രണ്ട് കാര്യങ്ങൾ പറയാനായിട്ടാണ് ആഗ്രഹിച്ചിരുന്നത്. കാരണം ഇത് എല്ലാവരുടെയും വലിയൊരു സംശയമാണ്. ഈ സംശയം ദൂരീകരിക്കപ്പെട്ടിട്ടുണ്ട്, മിനിമം തലത്തിലെങ്കിലും എന്ന് വിചാരിക്കുന്നു. ഓക്കെ, അപ്പം ഇനി അടുത്തൊരു സമയത്ത് വരാം. സന്തോഷമായിരിക്കും. താങ്ക് യു.